പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റെന്ന പരാതിയിൽ പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വിദ്യാർത്ഥിനി. മെഡിക്കൽ രേഖകളിൽ തന്റെ മൂക്കിന് പരിക്കേറ്റിട്ടുണ്ടെന്നും കേൾവിശക്തിക്ക് തകരാറുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ആവശ്യപ്പെട്ടിട്ട് ലഭ്യമാകാതിരുന്ന കോളേജിലെ സിസിടിവി ദൃശ്യങ്ങൾ പ്രതിക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് കോളേജ് അധികൃതരും പോലീസും വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. ക്യാമ്പസിനുള്ളിൽ വെച്ച് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫ് ഇടിവള കൊണ്ട് തന്റെ മൂക്കിനിടിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി. പരാതി വ്യാജമാണെന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റിട്ടില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു പ്രതിയുടെ വാദം. എന്നാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി ലാബിൽ നടത്തിയ സിടി സ്കാനിൽ മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയതായി മെഡിക്കൽ രേഖകൾ ഹാജരാക്കി വിദ്യാർത്ഥിനി പറയുന്നു. പരിശോധനയിൽ കേൾവിക്ക് 41% കുറവുണ്ടെന്ന് കണ്ടെത്തിയതായും വിദ്യാർത്ഥിനി പറഞ്ഞു. എന്റെ കാല് തല്ലി ഓടിച്ചിട്ടോ തല പൊട്ടിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. എന്റെ മൂക്കിന്റെ ഫ്രാക്ചർ ഉണ്ടായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ സിടി സ്കാൻ എടുത്തതും അതിന്റെ റിപ്പോർട്ടുകളെല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ശേഷം താൻ ക്യാമ്പസിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന സിസിടിവി ദൃശ്യം എങ്ങനെ പ്രതിക്ക് ലഭിച്ചെന്നും വിദ്യാർത്ഥിനി ചോദിക്കുന്നു. ഈ സിസിടിവി ചിത്രം പുറത്തുവിട്ട് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു എന്ന പരാതി വ്യാജമാണെന്ന് പ്രതി വാദിച്ചിരുന്നു. കോളേജ് അധികൃതരോട് താൻ സിസിടിവി ദൃശ്യം ആവശ്യപ്പെട്ടിട്ട് തന്നില്ലെന്നും പ്രതിക്കിത് എങ്ങനെ ലഭിച്ചുവെന്ന് കോളേജ് അധികൃതരും പോലീസും വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ജാമ്യം തള്ളിയ ജെയ്സൺ എന്ന പ്രതി വീണ്ടും കുറെ കള്ളപ്രചാരണമായി ഇറങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അധികാരികൾ കൊടുത്ത സിസിടിവി ദൃശ്യങ്ങളുടെ ക്ലിപ്പ് എങ്ങനെ ജെയ്സന് കിട്ടി? മെഡിക്കൽ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് പോലീസും കോളേജ് അധികൃതരും സ്വീകരിക്കുന്നതെന്നും വിദ്യാർത്ഥിനി ആരോപിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.